വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സാധ്യതയുള്ള 2 കോർപ്പറേഷനുകളാണ് തിരുവനന്തപുരവും തൃശ്ശൂരും. ഇത് എന്തായിത്തീരും? അതായത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഈ അടുത്ത ദിവസം വരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി ജയിക്കും, ബി.ജെ.പിക്കാണ് സാധ്യത എന്നൊരു വർത്തമാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അങ്ങനെ പറയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നത് ഇടത് മുന്നണിയാണ്. ഇത് CPM മേയർമാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. 1 2 തവണയൊക്കെ UDF വന്നിട്ടുള്ളൂ. അപ്പോൾ 2015 ഈ പറയുന്ന പോലെ പ്രശാന്ത് VK പ്രശാന്ത് എന്ന് പറയുന്ന മേയർ ബ്രോ ആയിരുന്ന സമയത്ത് 35 സീറ്റാണ് ആകെ ഇവർക്കുണ്ടായിരുന്നത്. ആർക്ക്? CPM LDF. പിന്നീടത് 39 സീറ്റായി തീർന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് എങ്ങനെ ബി.ജെ.പിയുടെ സാധ്യത മങ്ങുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് തിരുമല കൗൺസിലർ അനിൽകുമാർ എന്ന ബി.ജെ.പി നേതാവ്, ജനസമ്മതനായ ബി.ജെ.പി കൗൺസിലർ മരിക്കുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലെ ശരിക്കുള്ള കാരണങ്ങളിലേക്ക് ചികഞ്ഞു പോകുമ്പോൾ അവരവിടെ നടത്തിയിരുന്ന ഒരു സൊസൈറ്റി, ഒരു സഹകരണ സൊസൈറ്റി, ഫാർമേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി, അവരവിടെ ആൾക്കാർക്ക് ലോൺ കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയും ചെയ്ത ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ സൊസൈറ്റിയുടെ തിരിച്ചു കിട്ടാനുള്ള പണം, കടം, അത് വളരെയധികം വർദ്ധിച്ചു. അപ്പോൾ അതിൽ കമ്മിറ്റി അംഗങ്ങളായിട്ടൊക്കെ ഉള്ളതൊക്കെ തന്നെ അവിടുത്തെ ബി.ജെ.പിക്കാരാണ്. തിരുവനന്തപുരത്ത് ഈ പറയുന്ന സ്ഥലമൊക്കെ എനിക്കറിയാവുന്ന സ്ഥലം. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ നേമം നിയോജക മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ്. നേമം എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടുള്ള സ്ഥലമാണ്. ഈ കൗൺസിലറുടെ തൊട്ടടുത്തുള്ള കൗൺസിലർമാരും ഒക്കെ ബി.ജെ.പിക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഇതിനകത്ത് പണം അവരുടെ വേണ്ടപ്പെട്ട അവിടെ ജോലി കൊടുത്തിരിക്കുന്നവരെ, ഈ സൊസൈറ്റിയിൽ ജോലി കൊടുത്തിരിക്കുന്നവരെ ബി.ജെ.പിക്കാർക്കാണ്. ഇവരോടെല്ലാം എടുത്ത വായ്പയുടെ പണം തിരിച്ചടയ്ക്കുമോ എന്ന് ഇദ്ദേഹം പറയും തോറും ഇവരാരും ചെയ്യുന്നില്ല. ഇതിൻ്റെ എല്ലാ ഭാരവും ഈ പറയുന്ന അനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ തലയിലേക്ക് ചെന്ന് വീഴുകയാണ്. നമ്മൾ തന്നെ പല വിഷയങ്ങൾക്ക് ഈ അനിൽ എന്ന് പറയുന്ന കൗൺസിലറെ വിളിച്ച് ഞാൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു മനുഷ്യനാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ അടുത്ത് വരെ ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ വിഷയമുണ്ട്, നമുക്കത് സംസാരിച്ച് ശരിയാക്കിയ ആൾക്കാരെ കൊണ്ട് എന്ന് വെച്ചാൽ ഈ ഡെപ്പോസിറ്റ് ചെയ്തവർ തിരിച്ച് അവരുടെ കാശ് ചോദിക്കുന്നു. ഇപ്പോൾ ഒരു സൊസൈറ്റി കൊടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആളുണ്ടാവുമല്ലോ. ആ പണം എടുത്തല്ലേ പലർക്കും വായ്പ കൊടുക്കുന്നത്. വായ്പ എടുത്തവർ പലിശ അടയ്ക്കണ്ടേ, വായ്പ എടുത്തവർ അത് തിരിച്ചടയ്ക്കണ്ടേ, ഇത് അടയ്ക്കാതെ പല കമ്മിറ്റികളിലും പറയാം. ഈ കാര്യം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടും അദ്ദേഹം ഇത് കാര്യമായി എടുത്തില്ല. ചുരുക്കത്തിൽ ഇതിൻ്റെ എല്ലാ ഭാരവും കൂടെ ആ മനുഷ്യൻ്റെ തലയിൽ വന്നു. ഇപ്പോൾ 1 മാസത്തിന് മുന്നെയാണ് അദ്ദേഹം മരിക്കുന്നത്, ആത്മഹത്യ ചെയ്തത്. ഈ മരണശേഷം ഇദ്ദേഹത്തിനെ അറിയുന്നവർ, ഇതിനകത്തെ കള്ളങ്ങൾ അറിയുന്നവരൊക്കെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടു. ഈ കണ്ട നേതാക്കളൊക്കെ അദ്ദേഹം മരിച്ച ശേഷം വന്ന് കള്ളക്കണ്ണീരൊഴുക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുകയല്ലേ, ഇവനൊന്ന് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചു. അതായത് അവരുടെ തിരുവനന്തപുരത്തെ മറ്റൊരു മുതിർന്ന കൗൺസിലറായ VV രാജേഷ്, അദ്ദേഹം ബി.ജെ.പിയുടെ വക്താവായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നതാണ്. VV രാജേഷ്, ഇവരൊക്കെ തന്നെ ഇതിനകത്ത് ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെ തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് ബി.ജെ.പിക്ക് വല്ലാത്ത അപമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബി.ജെ.പിയുടെ സാധ്യതകൾ വല്ലാതെ കണ്ട് കുറയ്ക്കാനാണ് പോകുന്നത്. ഇപ്പോൾ അടുത്തിടയ്ക്ക് തിരുവനന്തപുരത്ത് നടന്ന ഈ കോർപ്പറേഷൻ ഇലക്ഷൻ ഇപ്പോൾ വെറും 1 മാസം എങ്ങാണ്ടേ ഇനി ബാക്കിയുള്ളൂ. ഇന്ന് തന്നെ സംവരണ മണ്ഡലങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണെന്നാണ് തോന്നുന്നത്. നടന്ന സർവേയിൽ ബി.ജെ.പിക്കുള്ള സാധ്യതകൾ മങ്ങുന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. കാര്യം ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ 3-ാം സ്ഥാനത്താണ് CPIയുടെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ പോയിരിക്കുന്നത്. അവിടെ ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പോലും അറിയാത്ത സന്ദർഭത്തിൽ വന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ PR വർക്ക് ഒറ്റ കാരണം കൊണ്ട് 2-ാം സ്ഥാനത്ത് അദ്ദേഹം എത്തി. 2-ാം സ്ഥാനത്ത് തരൂരിന് ജയിക്കാൻ കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് 7000 വോട്ടിനോ മറ്റോ ആണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്, അതും ലോകസഭയിൽ. അത് തിരുവനന്തപുരത്ത് വലിയതുറ, വള്ളക്കടവ് ഇങ്ങനെയൊക്കെയുള്ള ഈ കോസ്റ്റൽ ഏരിയ എന്നാണ് വന്നിരിക്കുന്നത്. അത് 2-ാം സ്ഥാനത്ത് എത്തിയ രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരം എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിയമത്തൊക്കെ 1-ാം സ്ഥാനത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് ലോകസഭയിൽ അവർക്കുണ്ടായ മുന്നേറ്റം ഈ ഒരു കൗൺസിലറുടെ മരണത്തിൽ തന്നെ അതിനകത്ത് പാർട്ടിക്കകത്ത് വല്ലാത്ത ഭിന്നതയുണ്ട്. അതുമാത്രമല്ല, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള 1-2 നേതാക്കൾക്കെതിരെ വല്ലാത്ത സാമ്പത്തിക ക്രമക്കേടിൻ്റെ ആരോപണവും നിൽക്കുന്നുണ്ട്. ഇത് തിരുവനന്തപുരത്ത്. പിന്നെ കോൺഗ്രസിന് അവിടെ വലുതായിട്ട് പഴയതുപോലുള്ള ഒരു സ്റ്റാൻഡൊന്നും കോൺഗ്രസിനുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ തൃശ്ശൂരത്തെ കാര്യം നമ്മൾ നോക്കുമ്പോൾ
തൃശ്ശൂർ സുരേഷ് ഗോപി തന്നെ കിട്ടാൻ ജയസാധ്യതയുള്ള സ്ഥലങ്ങൾ സുരേഷ് ഗോപി തന്നെ അതെല്ലാം നശിപ്പിക്കുമോ എന്നുള്ള കാര്യം തന്നെ നമുക്ക്, കാരണം ഈ കലിംഗ് സമ്മേളനം എന്ന് പറയുന്നത് നല്ലൊരു കൺസെപ്റ്റായിരുന്നു. ഈ കലിംഗ് സമ്മേളനം 2 കലിംഗ് സമ്മേളനങ്ങളിൽ അദ്ദേഹം ഉള്ള പണ്ടത്തരമൊക്കെ പറഞ്ഞോളൂ. നമ്മൾ നേരത്തെ ആ വിഷയം നമ്മൾ സംസാരിച്ചതാണ്, നല്ല കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ അത് നമ്മൾ ആ വിഷയം സംസാരിക്കുമ്പോൾ ആരാണ് ഇതിനെ വളച്ചൊടിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും ആ കൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾ തന്നെയാണ് ഇതിനെ വളച്ചൊടിച്ചത്. കാര്യം ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ഒരു നടനാണ്. അദ്ദേഹത്തിന് ഈ കലിംഗ് സമ്മേളനത്തിലൂടെ സാധാരണക്കാരുടെ ഇടയിൽ അതായത് പറഞ്ഞു വരുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കൊണ്ട് ഇല്ലാതാക്കുന്ന രീതി ഇല്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അവിടെ ആ പേപ്പറും കൊണ്ടുവന്ന ഒരു ചേട്ടൻ്റെ വന്നിരുന്നു, ആ ഒരു പാവം മനുഷ്യൻ, അദ്ദേഹത്തിനോട് മോശമായിട്ട് പെരുമാറി. അന്ന് വരെ തിരിഞ്ഞു നോക്കായിരുന്ന CPM അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കാൻ പോയി. ഒന്ന് ആലോചിച്ചു. കരുവന്നൂർ ബാങ്കിൽ പൈസ കിട്ടാതിരുന്ന CPMന്റെ ഭരണം കൊണ്ട് തകർന്നടിഞ്ഞൊരു ബാങ്കിൽ ആ ചേച്ചിക്ക് കാശ് കിട്ടാതെ വന്ന് ആ ചേച്ചി സംസാരിച്ചപ്പോൾ സുരേഷ് ഗോപി, ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനു മുമ്പ് ഇവർക്ക് അവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്. അതാണ് രാഷ്ട്രീയം. ഇവിടെ ഇതിനു മുമ്പ് CPMന് വീട് വെച്ച് കൊടുക്കായിരുന്നില്ല. അതാണ് ഞാൻ സുരേഷ് ഗോപി എന്തിനു വേണ്ടി വന്നു? ഗൗതം, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് രാഷ്ട്രീയം. സുരേഷ് ഗോപി കലിംഗ് സമ്മേളനം നടത്തി ആ പാവം ചേട്ടനെ കളിയാക്കിയപ്പോൾ അവിടെ ചാടി വീണു. സന്ദേശ സിനിമയിൽ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസൻ പറഞ്ഞത് എത്ര കറക്റ്റാണെന്നറിയും. അവിടെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഉടനെ അവർ വീട് വെച്ച് കൊടുത്തു. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ചേച്ചിക്ക് 10,000 രൂപ വാങ്ങിക്കൊടുത്തു. ഇങ്ങനെ തക്കം പാത്തിരുന്ന് ബൈ പൊളിറ്റിക്കലി അവിടെ രാഷ്ട്രീയമാണ്, അല്ലാതെ എന്നോടോ ഗൗതമിനോടുള്ള സ്നേഹമൊന്നുമല്ല. ഇതാണ് തൃശ്ശൂരത്തെ ചിത്രം ഇപ്പോൾ പോയിരിക്കുന്നത്. ഒരു 10 കലിംഗ് സമ്മേളനം കൂടെ സുരേഷ് ഗോപി നടത്തുകയാണെങ്കിൽ പോയി കിട്ടും, തീർച്ചയായിട്ടും ഇവർക്കുള്ളൊരു അവസരം പോയി കിട്ടും. അപ്പോൾ ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടാനുള്ള സാധ്യത മങ്ങുകയാണ്. കാര്യം പാർട്ടിക്കകത്ത് തന്നെ കടുത്ത രീതിയിൽ അവമതിപ്പ് പാർട്ടിയിലുള്ളവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ അനിൽകുമാറിൻ്റെ മരണം ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അവർ അത് നേരിടും എന്നുള്ള കാര്യത്തിൽ വളരെ ഉറപ്പാണ്. കാര്യം എനിക്കറിയാം എവിടെയൊക്കെയാണ് ഇവരുടെ സീറ്റുകൾക്ക് സാധ്യതയുള്ളത്. ഇപ്പം നിയമസഭാ നിയോജക മണ്ഡലം അവിടെ അവർക്ക് വളരെ സാധ്യതയുള്ളതാണ്. വട്ടിയൂർക്കാവ്, അതും അവർക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ അവരുടെ സീറ്റുകൾക്ക് കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും ഇടതുപക്ഷത്തിനും നേട്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിനേക്കാൾ ഒരു കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരും ഇവർ കണ്ടുവച്ചിരിക്കുന്നത് ഈ നിമിഷങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ പല സർവേ റിപ്പോർട്ടുകളിലും തിരുവനന്തപുരം നഷ്ടമാകുമെന്ന് തൃശ്ശൂർ സുരേഷ് ഗോപി തന്നെ കലമുടക്കുമെന്ന വാർത്തയാണ് വരുന്നത്.